നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിരിക്കും. ഞാനിന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ മോക്കോയുടെ ഒരു സ്റ്റിയറിംഗ് കവറാണ്. അതായത് സ്റ്റിയറിംഗ് കവർ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കയറ്റിയിടുന്നതൊക്കെ അല്ല, ജസ്റ്റ് ഒന്ന് ഇറക്കിയിടുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു സ്റ്റിച്ചിങ് ടൈപ്പ് സ്റ്റിയറിംഗ് കവർ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഞാൻ ഇതിൻ്റെ കവറൊന്ന് കളഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ഇതിൻ്റെ കവർ വരുമ്പോൾ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്ന ഒരു സ്റ്റിയറിംഗ് കവർ, ഇതൊരു സ്റ്റിച്ചിങ് ടൈപ്പ് സ്റ്റിയറിംഗ് കവറാണ് വരുന്നത്. ഈ ഒരു കവർ നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് എടുത്ത സമയത്ത് ഫിറ്റ് ചെയ്ത സ്റ്റിയറിംഗ് കവറാണ്. അത്യാവശ്യം പല ഭാഗത്തും അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5 വർഷമായിട്ടുണ്ട്, ഒരു കുറ്റവും പറയാനില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ സ്റ്റിയറിംഗ് കവർ ഒന്ന് മാറാം. ഇതിൻ്റെ MRP വരുന്ന 1499 രൂപ. ഇതിന് സ്പെഷ്യൽ റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Pro. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇത് പിടിപ്പിക്കാൻ പറ്റുമില്ലെന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പരീക്ഷണം നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിലല്ലാതെ വേറൊരാളുടെ വാഹനത്തിൽ പരീക്ഷണം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ ഈ വാഹനത്തിൽ തന്നെ തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ പഴയ സ്റ്റിയറിംഗ് കവർ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ത്രെഡ് മാത്രം ഒന്ന് കട്ട് ചെയ്യുകയാണ്. യെസ്. അപ്പോൾ അത് 2-3 പോർഷനിൽ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇതിൻ്റെ അറ്റം വരുന്നത് ഇവിടെയാണ്. അറ്റം ഒന്ന് കളയാം. എത്ര നേരം എടുക്കുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. യെസ്, അഴിഞ്ഞഴിഞ്ഞ് വരുന്നുണ്ട്. നല്ല സ്റ്റിച്ചിങ് കേട്ടോ. സ്റ്റിച്ചിങ് ഒരു സ്ഥലത്ത് പോലും വിട്ടുപോയിട്ടില്ലെന്നുള്ളതല്ല ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. കഷ്ടപ്പെട്ട് സാധാരണ എല്ലാവരും സ്റ്റിച്ചിങ് പോയെന്ന് പറഞ്ഞിട്ടാണ് മാറുന്നത്. ഇതിപ്പോൾ ഞാൻ പുതിയൊരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൽ പതുക്കെ സമയം എടുത്തൊന്ന് അഴിച്ചെടുക്കട്ടെ. അഴിക്കാൻ അല്പം താമസം എടുക്കും, ഫിറ്റ് ചെയ്യാൻ ഇതിലും താമസം എടുക്കേണ്ടതാണ് സാധാരണ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു വലിയ സുഖമില്ലാത്തൊരു സ്റ്റിച്ചിങ് ആണ്. അതായത് സുഖമില്ലെന്ന് പറഞ്ഞാൽ സാധനത്തിന് ആൾ കിടന്നു കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതിൽ പെട്ടെന്ന് പിന്നെ ഒന്ന് അഴിച്ചെടുക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അഴിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വലിച്ച് എടുക്കാം. യെസ്, അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഊരിയെടുക്കുന്നു. വർഷം 5 ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്പനി സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഒന്ന് കാണിച്ചു തരാം. യെസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒറിജിനൽ കമ്പനി സ്റ്റിയറിംഗ് വരുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതായാലും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ പുതിയതൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ യൂണിറ്റ് കൂടെ ഒന്ന് തുറന്ന് നോക്കാം പെട്ടെന്ന് തന്നെ. കാരണം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് അറിയാം. ഇതിനകത്ത് നൂലൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോ ഐഡിയ. ലെറ്റ്സ് ചെക്ക്. അതാണ്. യെസ്, അപ്പോൾ ഇതാണ് സംഭവം. മോക്കോയുടെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് ഇവിടെ. കൊള്ളാം. ഇവിടെ ശരിക്കും ഒരു സ്റ്റിച്ചിങ് പോകുന്നുമുണ്ട് അല്ലേ. നമുക്കതിന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കാം അല്ലേ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ, ഈ ഒരു പോർഷൻ, അതായത് ഈ എൻഡിങ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ജോയിൻ വരുന്ന പോർഷൻ, അത് ഏറ്റവും താഴെ വരുന്ന രീതിക്കാണ് ഞാനിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് മേളിലോട്ട് ഇങ്ങനെ വരുന്ന രീതിക്ക് സ്റ്റിച്ച് വരുന്ന പോർഷൻ താഴെയും ബാക്കിയുള്ളത് മേളിലും. അപ്പോൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റിച്ച്ഡ് ഏരിയയിൽ നമുക്ക് പിടിക്കാൻ, സ്റ്റിച്ച്ഡ് അല്ല, ഒരു ഗ്രിപ്പ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്രിപ്പ് പോലത്തെ ഏരിയ അവിടെ നമുക്ക് പിടിക്കാനുള്ളൊരു സാധ്യതയും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വെച്ച് നോക്കി ഏതാകും എന്ന് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഇത് മുഴുവൻ എടുത്ത് കളയേണ്ടി വരും. പക്ഷേ എന്നാലും പരീക്ഷണം അത് നമ്മൾ ചെയ്യണമല്ലോ. ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ കേട്ടോ. ഓക്കെ, ഇതിൽ തന്നെ ഈ പോകുന്ന ഹോൾസ് ഉണ്ട്, അതായത് കൃത്യമായിട്ടുള്ള ഹോൾസ്, അതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം, ചെയ്ത് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ നൂലും സൂചി. യെസ്, അതിൻ്റെ സൂചി നൂല്. അപ്പം അത്യാവശ്യം നല്ലൊരു സൂചിയാണ്. അതിൻ്റെ നൂലും ഉണ്ട്. ഓക്കെ, ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ രീതിയാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നൂല് ഞാനൊന്ന് കോർക്കട്ടെ. ഒന്ന് തുടങ്ങാം അല്ലേ. യെസ്, തുടങ്ങിയേക്കാം. എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കേണ്ടി വരും, പക്ഷെ എന്നാലും ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം.
ഇത് വേറെ ഏതെങ്കിലും ഡിസൈനിലും കൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് 2 നോട്ടേ കൊടുത്തുള്ളൂ, ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കയറ്റി വിട്ടാൽ മതി. അത്യാവശ്യം നല്ല സമയം എടുക്കും. ഏതായാലും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. യെസ്, അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം തീർന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു. പക്ഷേ ലാസ്റ്റ് വന്ന സമയത്ത് കുറച്ച് ധൃതി കൂടിപ്പോയി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോർഷനൊക്കെ നല്ല കിടുക്കലായിട്ടായിരിക്കുന്നത്. ഇവിടെ അറ്റത്തെ പോർഷൻ വന്ന സമയത്ത് കുറച്ച് ധൃതി കൂടിപ്പോയി. ഈ ഒരു സൈഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു സൈഡ് കൂട്ടിയെടുത്തപ്പോഴേക്കും ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു മിസ് മാച്ചിങ് പോലെ ലാസ്റ്റുള്ള കുറച്ച് പോർഷനിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് കുഴപ്പമില്ല, ഓവറോൾ നല്ല പക്കയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമയം എടുത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല കിടുക്കനായിട്ട്, അതായത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, അതായത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ സൈഡിൽ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു കോർണർ പോർഷനിലൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് തീർത്ത് ഇവിടുന്ന് നേരെ സൈഡിൽ കൂടെ മേളിലോട്ട് കൊണ്ടുവന്ന് അവിടുന്ന് അത് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യിക്കുന്നത്. അല്ല, വളരെ സിമ്പിളാണ്. അവർ കൊടുത്തിരിക്കുന്ന ആ ഹോൾസിൽ കൂടെ തന്നെ ജസ്റ്റ് നമ്മളിത് ടൈ ചെയ്ത് വലിച്ച് പോയാൽ മതി. ഒറ്റ ബുദ്ധിമുട്ടും വരുന്നില്ല. എനിക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിലൊരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ബാക്കിയുള്ളവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതൊരു ജോലിയായിട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ വാഹനത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് അതൊരു ജോലിയായിട്ട് ഒരിക്കലും നമ്മൾ ചെയ്തില്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചെയ്യും. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഉഴപ്പി കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ കാണിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് കവർ, അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ കവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മോക്കോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഏതായാലും സംഗതി കിടുക്കനാണ്. ഇതിൻ്റെ MRP വരുന്നത് 1499, അതായത് 1500 രൂപ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് വെറും 700 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 700 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സാപ്പിൽ, ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഓൾ കേരള ഡെലിവറി ചാർജ് ഏകദേശം 50 രൂപയോളം വരുന്നുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസായ 700 രൂപയും വരുന്നുണ്ട്. അപ്പോൾ 750 രൂപ ടോട്ടൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആകുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർക്ക് താഴെ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം തന്നു കഴിഞ്ഞാൽ ഞാനിത് അയച്ചു തരുന്നതായിരിക്കും. ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉള്ളത് പറയാനുള്ളത്. കാരണം പഴയ സ്റ്റിയറിംഗ് കവർ പോയപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ രീതി കാണുമ്പോഴത്തേക്കും. കാരണം പഴയെന്ന് പറയുമ്പോൾ ഒരു ചുറ്റിയുള്ള പഴയ മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ രീതി ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ വന്നപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും എനിക്കൊരുപാട് ഇഷ്ടമായി.